പറയുന്നത്? നിനക്ക് നാണമില്ലല്ലോ. എന്നെ ഒന്ന് വിശ്വസിക്ക് തുളസി. ഞാൻ നീ പറയുന്ന വിശ്വസിക്കാം. പ്രിയൻ ചേട്ടനിൽ നിന്ന് നീ അകലാനുള്ള കാരണം അത് പറ. ചേച്ചിയുടെ കല്യാണമെന്നൊന്നും പറയണ്ട, ശരിക്കുള്ള കാരണം പറയണം. പറയാൻ പറ്റില്ല അല്ലേ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു പാറു. പക്ഷെ പ്രിയൻ ചേട്ടനെ നീ ഇങ്ങനെ വേദനിപ്പിക്കുന്ന കാണുമ്പോ എനിക്ക് ഓരോ ദിവസവും ആ ഇഷ്ടം കുറഞ്ഞുകൊണ്ടിരിക്കുക. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഒരിക്കലും ഇങ്ങനെ ദ്രോഹിക്കരുത്. എന്തിനാ സർ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്തത്? ഇത് അദ്ദേഹത്തിന്റെ തെറ്റല്ല പാറു. ഞാൻ വാങ്ങിയ സാരി നീ ഉടുത്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് ഇദ്ദേഹം ഇത് ചെയ്തത്. എന്നിട്ടോ ഇപ്പൊ അമ്മ എന്നെ ചീത്ത പറഞ്ഞപ്പോ സമാധാനായോ? മനസ്സുകൊണ്ട് അമ്മ ഇപ്പൊ എന്നെ ശപിക്കുന്നുണ്ടാവും. അതിന്റെ ആവശ്യമൊന്നുമില്ല പാർവതി. നിന്റെ പ്രശ്നം എന്താണെന്ന് എല്ലാവരോടും പറഞ്ഞാ മതി. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ നിൽക്കും. എന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ ഇവരോട് എങ്ങനെ പറയും? ഒരു പെൺകുട്ടിയെ നേരിടാൻ പാടില്ലാത്ത അക്രമമാണ് എനിക്ക് സംഭവിച്ചത്. എന്റെ അവസ്ഥ ഞാൻ നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കും? എനിക്ക് ഒരു പ്രശ്നവുമില്ല. പ്രിയൻ ചേട്ടനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ പാറു കഴിയുന്നത്? നീ എന്നോട് കാണിച്ച സ്നേഹം വെറും അഭിനയമാണെന്ന് ഞാൻ വിശ്വസിക്കണോ? നീ പ്രിയനെ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഞങ്ങളോടൊന്നും പങ്കുവെക്കാൻ പറ്റാത്ത എന്തോ ഒരു രഹസ്യം നീ ഉള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട്. അത് പുറത്ത് പറയുന്നത് വരെ നീ ഒരുപാട് വിഷമിക്കേണ്ടി വരും പാർവതി. ദേവി ഇത് സത്യം തുറന്നു പറ പാറു. എന്താ സേന ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? പാറു എന്തുമാത്രമാണ് ബുദ്ധിമുട്ടണത്. സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഈ നാട്ടിലേക്ക് വന്നത്. കുടുംബഭാരങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് ചുമന്ന് അവള് തന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റുകയും ചെയ്തു. ഒരു മകളായും സഹോദരിയായും തൊഴിലാളിയായും എന്തിന് കാമുകിയായി പോലും പാറു ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൾക്ക് ഇങ്ങനെ ഒരു ഗതി എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സ്വന്തം ബുദ്ധിമുട്ട് എന്താണെന്ന് പോലും പറയാൻ കഴിയാതെ ആ പാവം കഷ്ടപ്പെടുക. അവളുടെ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയണില്ല. എന്തിനാ പാറുവിനെ പോലെയുള്ള നല്ല മനുഷ്യരെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? സത്യം, ഇങ്ങനെയുള്ളവർക്ക് മോശാനുഭവം ഉണ്ടാവുമ്പോഴാണ് മനുഷ്യർക്ക് ദൈവത്തിന്മേലുള്ള വിശ്വാസം കുറയുന്നത്. നല്ലവരെ ദൈവം ശിക്ഷിക്കും എന്നതിന്റെ തെളിവല്ലേ ഓണം. മഹാബലിയെ പോലെ നല്ലൊരു രാജാവിനെ ദൈവം പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി ശിക്ഷിച്ചില്ലേ? ലോകം കണ്ടത് ഒരു വശം മാത്രമാണ്. എല്ലാവരും കരുതുന്നത് അതൊരു ശിക്ഷയാണെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ഭഗവാൻ മഹാബലിയെ ശിക്ഷിക്കുകയായിരുന്നില്ല. മറിച്ച് ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത ഏറ്റവും വലിയ സമ്മാനം നൽകി അനുഗ്രഹിക്കുകയായിരുന്നു. സമ്മാനോ? സർവസ്വവും നഷ്ടപ്പെട്ട് പാതാളത്തിലേക്ക് പോയതോ? അതെ, ഭഗവാൻ മഹാബലിയെ അയച്ചത് വെറുമൊരു ഇരുണ്ട പാതാളത്തിലേക്കല്ല, സുതലം എന്നൊരു മനോഹരമായ ലോകത്തേക്കാ. ഇന്ദ്രന്റെ സ്വർഗത്തേക്കാൾ എത്രയോ മടങ്ങ് സമ്പന്നവും സുന്ദരവുമായ ഒരിടം. അവിടെ ദുഃഖങ്ങളോ രോഗമോ വാർദ്ധക്യമോ എന്തിന് ഒരു ചെറിയ ക്ഷീണം പോലും ആർക്കുണ്ടാവില്ല.
താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രജകളെ വർഷത്തിൽ ഒരിക്കൽ ഓണക്കാലത്ത് കാണാനുള്ള അവസരം ഒരുക്കുന്നതിനോടൊപ്പം ഭഗവാൻ മഹാബലിക്ക് മറ്റൊരു അനുഗ്രഹവും നൽകി. ലോകം മുഴുവൻ കാക്കുന്ന ഭഗവാൻ മഹാബലിയുടെ കൊട്ടാരവാതിൽക്കൽ കാവൽക്കാരനായി സ്വയം മാറി. മഹാബലിയോട് വിഷ്ണു ഭഗവാനുള്ള സ്നേഹത്തിന് ഇതിനേക്കാൾ വലിയ തെളിവുണ്ടോ? അത്രയും സ്നേഹമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭഗവാൻ മഹാബലിയെ പരീക്ഷിച്ചത്?